ശ്രീ KVS ഹരിദാസ്. വിദേശ ഫണ്ട് സ്വീകരിച്ച കോൺഗ്രസും ചില മാധ്യമപ്രവർത്തകരും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായി BJP ആരോപിക്കുകയാണ്. വലിയ ആഴത്തിലുള്ള ഒരു ഫണ്ട് ശേഖരണം തന്നെ ഇതിനായി വിവിധ ഏജൻസികൾ മുഖാന്തരം ഇവർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ ആഭ്യന്തര കലഹം ഉണ്ടാക്കുക, തെരഞ്ഞെടുപ്പടക്കം അട്ടിമറിക്കുക, അസ്ഥിരത കൊണ്ടുവരിക തന്നെയായിരുന്നു ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് കോൺഗ്രസ് ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുകയും അതിലേക്കൊരു വഴി തുറക്കുകയും ചെയ്തു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അല്ല, ഇതിലിപ്പോ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ ഒരു പരസ്യ പ്രസ്താവന പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ വേണ്ടി പൈസ വാങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ വന്നു എന്നത് ഉറപ്പാണ്. ബൈഡൻ ഗവൺമെന്റിന്റെ കാലത്താണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ട്രംപിന്റെ തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ഗവൺമെന്റിനെ മാറ്റാൻ, പുതിയൊരു ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു എന്നതാണ്. പുതിയൊരു ഗവൺമെന്റിനെ കൊണ്ടുവരാനുള്ള പരിശ്രമം എന്നതിൽ നിന്ന് വ്യക്തമാണ് നിലവിലുണ്ടായിരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായ നീക്കമായിരുന്നു അതെന്ന്. നമുക്കറിയാം, കഴിഞ്ഞ മോദി ഗവൺമെന്റ് വന്നത് മുതൽ ഇവിടുത്തെ ഒരു മാധ്യമ ലോകത്തെ കുറെ വിദ്വാൻമാര് നടത്തിയിട്ടുള്ള പരസ്യമായ നീക്കങ്ങൾ, മോഡി എന്ത് ചെയ്താലും അതിനെതിരായിട്ട് എടുക്കുന്ന നിലപാടുകൾ, ശരിക്ക് ഇത്ര മാത്രം നരേന്ദ്രമോദിയെ വേട്ടയാടിയ ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല, അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്. അപ്പൊ അതൊക്കെ തന്നെ രാജ്യ താല്പര്യത്തിനെതിരായിരുന്നു. നരേന്ദ്രമോദി എന്തെങ്കിലും കാര്യം രാജ്യത്തിനെതിരായി ചെയ്തത് കൊണ്ടല്ല, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നാട്ടിൽ കണ്ടു. അതിനു പിന്നെ പ്രവർത്തിച്ച കരങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്, തുറന്നു കാട്ടേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ കാര്യത്തില് അമേരിക്കയുമായിട്ട് ഇടപെട്ടുകൊണ്ട് ആർക്കൊക്കെയാണ് പണം പോയത്, ആരൊക്കെയാണ് പണം പറ്റിയത് എന്നുള്ള വിവരങ്ങള് പരസ്യമായിട്ട് ജനങ്ങളെ ധരിപ്പിക്കും എന്നും അത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുമാണ്. നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇന്ത്യക്ക് ഇത്ര കുറെ കോടികൾ നൽകി എന്നുള്ള വിവരം US പ്രസിഡന്റ് തന്നെ തുറന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ള വിശദാംശങ്ങൾ കൂടി US ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന് കൈമാറും എന്ന് നമുക്ക് കരുതാം. ഇത്തരം രാഷ്ട്രവിരുദ്ധ ശക്തികളെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ അവർക്ക് മേലിൽ ഈ രാജ്യത്ത് ഒന്നും ചെയ്യാനാവാത്ത വിധമുള്ള നിയമ നടപടികളും ഉണ്ടാവേണ്ടതുണ്ട്. അതില് നരേന്ദ്രമോദി ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ആനുകൂല്യം അത്തരക്കാർക്ക് നൽകും എന്ന് കരുതേണ്ടതില്ല. കാരണം മോഡിയുടെ പ്രഖ്യാപിത നയം തന്നെയാണ് ഈ ദേശവിരുദ്ധ ശക്തികളെ അതിന്റെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നത്. നമുക്ക് കാത്തിരിക്കാം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരട്ടെ. അതെ, വളരെ നന്ദി ശ്രീ KVS ഹരിദാസ് പ്രതികരിച്ചതിന്.